ഒരിടത്ത് ഒരു അമ്മയാടും ആ അമ്മയാടിൻ്റെ 7 കുട്ടികളും ഒരു വീട് താമസിച്ചിരുന്നു. അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ദുഷ്ടനായ ചെന്നായൻ താമസിച്ചിരുന്നു. ഈ ദുഷ്ടനായ ചെന്നായ ആ ആട്ടിൻകുട്ടികളെ പിടിച്ച് തിന്നാനുള്ള ഒരു തക്ക നോക്കി നടക്കുവാണ്. അങ്ങനെ ഒരു ദിവസം ഈ ആട്ടിൻകുട്ടികളുടെ അമ്മ ഭക്ഷണം തേടി കാട്ടിലിട്ട് പോവായിരുന്നു. അപ്പോൾ പോകുന്നതിന് മുമ്പേ ഈ കുട്ടികളോട് ഈ ചെന്നായ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. അപ്പം ഈ അമ്മ ആട് കുട്ടികളോട് പറയും, നിങ്ങൾ പേടിക്കണ്ട, ചെന്നായ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ചെന്നായുടെ വോയിസ് നല്ല ഭയങ്കര കട്ടിയുള്ള വോയിസാണ്. ചെന്നായുടെ കളർ ഒരു കറുത്ത കളറാണ്. ചെന്നായുടെ നഖം നല്ല ഷാർപ്പ് നഖമാണ് എന്നൊക്കെ പറയാം. അപ്പോൾ കുട്ടികൾ പറയാം, അമ്മ പേടിക്കണ്ട അമ്മ ഭക്ഷണം തേടാൻ പൊക്കോ, നമ്മൾ സൂക്ഷിച്ചിരുന്നോളാം എന്ന് പറയാം. അങ്ങനെ അമ്മ കുട്ടികളെ വീട്ടിൽ ഇരുത്തിയിട്ട് ഭക്ഷണം തേടിപ്പോ. അങ്ങനെ ഈ അമ്മ കാട്ടിലോട്ട് പോയി തക്ക നോക്കി ഈ ചെന്നായ കുട്ടികളുടെ വീടിൻ്റെ മുമ്പിൽ വരും. എന്നിട്ട് പറയും, കുട്ടികളെ കുട്ടികളെ കഥ തുറക്കൂ, നിങ്ങളുടെ അമ്മ വന്നിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ കുട്ടികൾക്ക് വോയിസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നമ്മുടെ അമ്മയല്ല. അപ്പോൾ ഈ കുട്ടികളിൽ ഒരാള് മുളക് പൊടി എടുത്തിട്ട് അവളുടെ കതവിൻ്റെ മുകളിലൊരു ഹോളിൽ കൂടെ ഈ ചെന്നായുടെ മുഖത്തോട് തട്ടിയിടും. എന്നിട്ട് പറയും, നീ നമ്മുടെ അമ്മയല്ല, നമ്മുടെ അമ്മയുടെ വോയിസ് നല്ല സ്വീറ്റ് വോയിസാന്ന് പറയും. അപ്പോൾ ഈ ചെന്നായാണെങ്കിൽ കണ്ണും കാണാതെ ഇങ്ങനെ കണ്ണിൽ മുളക് പൊടി വീണേക്കുമല്ലേ, അപ്പോൾ കണ്ണ് കാണാതെ ഇങ്ങനെ ഓടിപ്പോകുമ്പം ഇങ്ങനെ വിചാരിക്കും തേൻ കുടിച്ച മറ്റേ വോയിസ് ഭയങ്കര സ്വീറ്റ് ആവും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തേൻ തപ്പി നടക്കും. അങ്ങനെ തേൻ തപ്പി നടക്കുമ്പം ഒരു മരത്തിൻ്റെ മുകളിൽ തേൻ കാണും. അങ്ങനെ തറ കിടന്നൊരു കല്ലെടുത്ത് തേൻ്റെ ഉള്ളിലോട്ട് എറിയും. അപ്പം അതിനകത്ത് തേനീച്ചയെല്ലാം കൂടി ഈ ചെന്നായെ കുത്താനായിട്ട് ഓടിക്കും. അങ്ങനെ ഈ ചെന്നായ ആ തേനീച്ചകളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു കുളത്തിൽ ചാടും. അങ്ങനെ ചെന്നായ ആ തേനീച്ചകളെല്ലാം പോയി എന്നൊരു ഉറപ്പ് വന്നപ്പം ചെന്നായ പതുക്കെ എണ്ണിച്ച് ആ തേൻ കുടിച്ച് പിന്നെ വീണ്ടും ഈ ആട്ടുകുട്ടികളുടെ വീടിന് മുമ്പ് വരും. എന്നിട്ട് പറയും, കുട്ടികളെ കുട്ടികളെ കഥ തുറക്കൂ, നിങ്ങളുടെ മൃദുലമായ വോയിസുള്ള അമ്മ വന്നിരിക്കുന്നു എന്ന് പറയും. അപ്പം കുട്ടികൾ പറയും, കാല് ആ കതവിൻ്റെ ഹോളിൽ കൊടുന്ന് അകത്തോട്ടിടാൻ പറയും. അപ്പോൾ ഈ ചെന്നായ കുട്ടികൾ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഇടും. അപ്പം കുട്ടികളാണെങ്കിൽ ഒരു ചുറ്റിക എടുത്തോണ്ട് വന്നിട്ട് ചെന്നയുടെ കാലിട്ടൊരു അടി കൊടുക്കും. എന്നിട്ട് പറയും, നിന്റെ കാല് നല്ല കറുത്ത കാലാണ്, പക്ഷെ നമ്മുടെ അമ്മയുടെ കാല് നല്ല വെളുത്ത കാലെന്ന് പറയും. അപ്പോൾ ഈ ചെന്നായാണെങ്കിൽ കാലിൽ അടി കിട്ടിയിട്ട് ഇങ്ങനെ കാലും വേദനിച്ച് കാലിങ്ങനെ പിടിച്ച് ഞൊണ്ടി അവൻ്റെ വീട്ടിൽ പോയിട്ട് അരിപ്പൊടി എടുത്തിട്ട് കാലിൽ തട്ടും. അരിപ്പൊടി വെളുത്ത ആയതുകൊണ്ട് കാലി വീണ് വെളുത്തിരിക്കുന്നു വെച്ചപ്പം കാലി അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുട്ടികളുടെ വീട്ടിൽ പോകും. വീട്ടിൽ പോയിട്ട് പറയാം, കുട്ടികളെ കുട്ടികളെ കഥ തുറക്കുമോ, നിങ്ങളുടെ അമ്മ വന്നിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ കുട്ടികൾ കാല് കഥവിൻ്റെ ഹോളിൽ കൂടെ ഇടാൻ പറയും. ഇത് ചെന്നായ അതേപോലെ ഇടുമ്പോഴാണെങ്കിൽ കുട്ടികളാണെങ്കിൽ വീണ്ടും ചുറ്റി വെച്ചിട്ട് അടി കൊടുക്കും. എന്നിട്ട് പറയും, നിന്റെ കാലിൻ്റെ നഖം നോക്കൂ, നല്ല ഷാർപ്പാണ്, നമ്മുടെ അമ്മയുടെ കാലിന് ഇങ്ങനെ ഷാർപ്പ് നഖമൊന്നും ഇല്ലെന്ന് പറയും. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോ നമ്മൾ അടുത്ത പാർട്ടിലിടും. അപ്പം ചെന്നായ കുട്ടികളെ പിടിക്കുവോ പിടിക്കത്തില്ലേ, അതോ അപ്പം അമ്മ വരുമോ, അത് ഇനി കുട്ടികളെ ആരെങ്കിലും രക്ഷിക്കുമോ എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.